അന്ന് ലാവണ്യ വന്ന ദിവസം സർട്ടിഫിക്കറ്റ് ഞാൻ ഇവിടെ വെച്ചിരുന്നേ. ഇതിപ്പോ എവിടെ പോയാവോ? പൂജ ഇപ്പൊ തുടങ്ങി കാണും. എനിക്ക് അമ്പലത്തിന്റെ അടുത്തേക്ക് പോയി ആവണിയുടെ ശ്രീകരന്റെ കല്യാണ കാര്യം എങ്ങനെയെങ്കിലും എല്ലാരെയും അറിയിക്കണം. ആരാ വാതിലടച്ചത്? വാതിൽ തുറക്ക്. ഞാൻ തുറക്കില്ല. ആരാ നിങ്ങള്? എനിക്ക് അർജന്റായിട്ട് പുറത്തു പോണം. വാതിൽ തുറക്ക്. നീ ഇപ്പൊ തൽക്കാലം എങ്ങോട്ടും പോകുന്നില്ല. ഞാൻ തുറക്കില്ല. ആരാടോ താൻ? എന്റെ മുന്നിലേക്ക് വാടോ. വാതിൽ എന്തിനാ അടച്ചത്? പറയില്ല. എനിക്ക് പെട്ടെന്ന് അമ്പലത്തിൽ പോണം. ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. ഒന്ന് തുറക്ക്. തുറക്കൂലെന്ന് ഞാൻ പറഞ്ഞില്ലേ? ആരെങ്കിലും വിളിച്ച് നിനക്ക് ഞാൻ കാണിച്ചു തരാം. നിന്റെ ഫോൺ എന്റെ കയ്യിലുള്ളപ്പോ നീ എങ്ങനെ ഫോൺ ചെയ്യുമെന്നാ? എന്റെ ഫോൺ നീ എന്തിനാ എടുത്തത്? മര്യാദക്ക് അതിങ്ങത്താ. നിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചതാ. ഞാൻ തരില്ല. എന്തിനാ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? നീ ഒരു 4 മണിക്കൂർ നിന്റെ വീട്ടില് ബന്ദിയായി കഴിയണം. അത് കഴിഞ്ഞാ മാത്രമേ നിന്റെ ഫോൺ സ്വിച്ച് ഓൺ ചെയ്യാൻ പറ്റുള്ളൂ. വാതിലും അപ്പോ തുറന്നു തരാവുന്നേ. ശ്വേത ചേച്ചി, രജനി ചേച്ചി, കുഞ്ഞേട്ടാ. ബഹളം വെച്ച അകത്ത് കയറി അറക്കും ഞാൻ. നീ നിലവിളിക്കുന്നത് പോലും ഇവിടെ ഒരാളും കേക്കില്ല. ഇയാൾ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? ഞാനിനി എങ്ങനെ അമ്പലത്തിലേക്ക് പോവും? ആവനി കുടൻ സമർപ്പിക്കാതിരിക്കാൻ നിഹാരിക എന്തോ ചെയ്യാന്ന് പറഞ്ഞു. അമ്മയുടെ മുമ്പിൽ എത്തിയില്ലേ ഇപ്പൊ നമ്മള്? എന്നിട്ട് നിഹാരികയ്ക്ക് ഒരു കുഴപ്പമില്ലല്ലോ. ആരെയോ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് അവള് പറഞ്ഞില്ലേ? സമയമാകുമ്പോ അവൾ എന്തെങ്കിലും ചെയ്യുമായിരിക്കും. അമ്മയുടെ അടുത്ത് ഞങ്ങൾ എത്താറായി. നിഹാരിക കൂളായിട്ട് നിൽക്കുക. അവളുടെ പ്ലാൻ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. നിഹാരിക പറഞ്ഞയച്ചതാ. മാറ്റർ റെഡിയാണോ? ആയിക്കൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് വാ. എല്ലാവരും അമ്മയുടെ അടുത്ത് എത്താറായിട്ടുണ്ട്. വേദവതി അമ്മേ, എല്ലാ വർഷവും നിങ്ങൾ കുട സമർപ്പിക്കാറുണ്ടല്ലോ. ഈ വർഷം നിങ്ങൾക്ക് അമ്മയോട് പ്രത്യേകമായിട്ട് എന്തെങ്കിലും പ്രാർത്ഥിക്കാനുണ്ടോ? തീർച്ചയായും സ്വാമി. കഴിഞ്ഞ എല്ലാ വർഷങ്ങളെക്കാളും
ഇത് ഞങ്ങൾക്ക് ഒരുപാട് പ്രത്യേകതകളുള്ള വർഷമാണ്. ഈ വരുന്ന 6-ാം തീയതിക്ക് എന്റെ മരുമകൾ ആവനിക്ക് ഈ വികാസമായിട്ടും നിഹാരികയ്ക്ക് എന്റെ മകൻ ശ്രീകറുമായിട്ടും കല്യാണം നടക്കാൻ പോവാ. നടക്കാൻ പോകുന്ന 2 കല്യാണങ്ങളും തടസ്സങ്ങളൊന്നുമില്ലാതെ നടക്കണം. ഞങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു ഉത്സവമാക്കി നടത്തണം. നിഹാരികയ്ക്കും ആവനിക്കും ഈ അമ്മയുടെ ആശീർവാദം തീർച്ചയായും വേണം സ്വാമി. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ വീട്ടിൽ നടക്കാൻ പോകുന്ന 2 ശുഭകാര്യങ്ങൾ ഏതെല്ലാം? ഇനി എന്തെങ്കിലും പ്രത്യേക പൂജയുണ്ടെങ്കിൽ അതും പറഞ്ഞോളൂ, ചെയ്തോളാം. നിങ്ങൾ ചോദിച്ച പോലെ 2 വധുവും പ്രത്യേക പൂജകൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. പൂജാരി, അതെ, അവനിക്കാണെങ്കിലും നിഹാരികക്കാണെങ്കിലും ഭക്തി വളരെ കൂടുതലാ. നിങ്ങൾ എന്ത് പൂജ പറഞ്ഞാലും അവർ ചെയ്തോളും. അത് ശരിയാ സ്വാമി. ഭാവി ഭർത്താക്കന്മാർക്ക് വേണ്ടി എത്ര പ്രയാസമാണെങ്കിലും എല്ലാ പൂജാക്രമങ്ങളും പാലിച്ചു തന്നെ ചെയ്തോളൂ. ഇതാ നോക്കുമോളെ, അവിടെ കാണുന്ന മരത്തിനടുത്ത് അമ്മയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. നിങ്ങൾ 2 പേരും അമ്മയുടെ ചുറ്റും 9 പ്രദക്ഷിണം വയ്ക്കണം. തിരികെ വന്ന് കുട ഇവിടെ ഇറക്കി വെക്കണം. ഒരു കാര്യം എപ്പോഴും ഓർക്കേണ്ടതുണ്ട്, 9 പ്രദക്ഷിണം പൂർത്തിയാക്കി തിരികെ ഇവിടെ എത്തുന്നതിനുള്ളില് കുടം നിങ്ങൾ അബദ്ധത്തിൽ പോലും താഴെ വയ്ക്കാൻ പാടില്ല. അങ്ങനെ സംഭവിച്ചാൽ പൂജയ്ക്ക് ഭംഗം വന്നു എന്നർത്ഥം. നിഹാരിക പൂജയിലും ചടങ്ങുകളിലും ഒക്കെ മിടുക്കിയ. അതൊന്നും സംഭവിക്കില്ല. വിജയകരമായി പ്രദക്ഷിണം പൂർത്തിയാക്കിയിട്ട് വരും. ആവനിയുടെ കാര്യത്തിലാ എനിക്ക് സംശയം. വസന്ത ചേച്ചി, ഇങ്ങനെ ശകുനക്കേടൊന്നും പറയല്ലേ. 2 പേരും പ്രദക്ഷിണം ചെയ്തിട്ട് തിരിച്ചു വരാം. എന്നാൽ അങ്ങോട്ട് ചെന്നോളൂ. നിൽക്കും മോളെ. അല്ല സ്വാമി, പ്രത്യേക പൂജ ചെയ്യാൻ പോകുന്നവരുടെ കാലില് മഞ്ഞൾ പുരട്ടി കൊടുക്കുന്ന ചടങ്ങില്ലേ? അത് ശരിയാ, ഞാനതങ്ങ് മറന്നു. അവരുടെ കാലുകളിൽ മഞ്ഞൾ തേച്ചു കൊടുക്കുക. മഞ്ഞൾ തേച്ചതിന് ശേഷം 2 പേരും പോയി പ്രദക്ഷിണം ചെയ്തു വന്നോളൂ. എന്നാ ഇനി നിങ്ങൾ പോയിക്കോളൂ. ചേച്ചി ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. ഇതുവരെ വന്നില്ലല്ലോ. ചേട്ടാ, ഒന്ന് വാതിൽ തുറക്ക്. എനിക്ക് അർജന്റായിട്ട് അമ്പലത്തിൽ പോണം. നിങ്ങളുടെ കാല് ഞാൻ പിടിക്കാം. ഒന്ന് തുറക്ക് ചേട്ടാ.
പുറത്തുനിന്ന് വാതിലടച്ചതാരാ ചക്കരെ? ആരെ ചക്കരെ നീ നോക്കുന്നത്? ഹേയ്, ചോദിച്ചാ മറുപടി പറഞ്ഞൂടെ? ഏതോ ഒരു ദുഷ്ടം കൊണ്ട് വന്ന് അടച്ചതാ. ഒരു 4 മണിക്കൂർ പുറത്തിറങ്ങാൻ പറ്റില്ലെന്ന് പറഞ്ഞ് എത്ര അപേക്ഷിച്ചിട്ടും അയാൾ തുറന്നില്ല. ആരാ അയാള്? എനിക്കത് അറിയില്ല. വീട്ടിൽ വെച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട സാധനം കാണുന്നില്ല. നിങ്ങൾ എങ്ങാനും എടുത്തായിരുന്നോ? മിഠായി ഭരണിയിലിട്ട് വെച്ച സ്വർണ്ണ ബിസ്ക്കറ്റ് ആണോ? അതല്ലാതെ കട്ടിലിനടിയിൽ എടുത്തു വെച്ച വജ്രമാണോ? എന്താ പോയേ? എല്ലാം കളിയാണെന്ന് കരുതിയോ നിങ്ങള്? ആരാ കളിച്ചു തുടങ്ങിയേ? അലമാരയിലിരുന്ന സർട്ടിഫിക്കറ്റ് നിങ്ങൾ എടുത്തോ? എന്ത് സർട്ടിഫിക്കറ്റ്? ആവനിയുടെ ശ്രീകറിന്റെ മാരേജ് സർട്ടിഫിക്കറ്റ്. ഓ, അതാണോ? ആ, എടുത്തല്ലോ. എന്തിനാ എടുത്തത്? അതെന്തിനാ നിനക്ക്? എടുത്തത് ആവശ്യമുള്ളത് കൊണ്ടാണോ അതോ ഉപകാരപ്പെടുമെന്ന് വിചാരിച്ചിട്ടാണോ? അതൊക്കെ നമുക്ക് പിന്നെ നോക്കാം. ഇപ്പോ അത് വെച്ച് നിനക്കെന്താണ് പണി? ആ സർട്ടിഫിക്കറ്റിൽ ആവനിയുടെ ജീവിതം തന്നെ നിലനിൽക്കുന്നേ. ആ, ആണോ? അപ്പോ അതിന്റെ റേറ്റ് ഒരുപാട് കൂടുതലായിരിക്കും. ഒരു സർട്ടിഫിക്കറ്റ് ഒരു പെണ്ണിന്റെ ജീവിതം നിലനിർത്തുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെറിയ കാര്യമാണോ? അത് മര്യാദയ്ക്ക് താ, നിന്റെ കാല് ഞാൻ പിടിക്കാം. ആ, മര്യാദയോടെ ഞാനത് തിരിച്ചു തന്നേക്കാം. പക്ഷെ അതിനു മുമ്പ് നീ എന്തെങ്കിലുമൊക്കെ തരേണ്ടി വരും. 5000 എന്താ? ആ, ഒരു മാറ്റവും ഇല്ലല്ലോ. ഞാനൊക്കെ മാറുമെന്ന് കരുതി നിൽക്കാ നീ. എന്റെ കയ്യിൽ ഇപ്പൊ അത്രയും പൈസയൊന്നുമില്ല. ആരുടെങ്കിലും കയ്യിൽ നിന്ന് കടം വാങ്ങി തരാം. ഇപ്പൊ സർട്ടിഫിക്കറ്റ് താ. എന്നാ ഞാൻ ഒരു ഉപദേശം തരാം. അത് നീ ചെയ്യ്. സർട്ടിഫിക്കറ്റ് എന്നാ തരാം. എന്താ വേണ്ടത്? നിന്റെ അടുത്തുള്ള ഒരേ ഒരു സ്വർണ്ണാഭരണമല്ലേ ഇത്? ഇതിങ്ങിതാ സർട്ടിഫിക്കറ്റ് ഞാൻ തരാം. എടാ ദുഷ്ട, എടാ നീച, നികൃഷ്ട എന്നൊക്കെ നീ എന്നെ എന്ത് വിളിച്ചാലും എനിക്കത് പ്രശ്നമേ അല്ല. അനിയത്തിക്ക് വേണ്ടി നീ എന്ത് വേണമെങ്കിലും ചെയ്യുമല്ലോ. അവളുടെ ജീവിതം നിലനിൽക്കണമെങ്കിൽ നിനക്ക് നിന്റെ കഴുത്തിന്ന് ഈ താലി അഴിക്കാതെ നിവർത്തിയില്ല. അയ്യോ, അവസാന നിമിഷത്തില് ഞാൻ എന്തും ചെയ്യുന്ന അറിയുന്നത് കൊണ്ട് നീ എത്ര തരം താഴാൻ പറ്റുമോ അത്രയ്ക്ക് തരം താഴ്ന്നിട്ടുണ്ട്. അതെ, എന്റെ അനിയത്തിക്ക് വേണ്ടി എന്റെ ജീവൻ വേണമെങ്കിൽ ഞാൻ കൊടുക്കും. അവൾക്ക് വേണ്ടി ഈ താലി അഴിച്ചു തരാൻ പോലും എനിക്ക് സങ്കടമില്ല. നീ ആ സർട്ടിഫിക്കറ്റ് എടുത്തോണ്ട് വാ. അത് ഞാൻ കൊണ്ടുവന്നോളാം. അതിനുള്ളിൽ നീ ഈ താലിയൊക്കെ അഴിച്ച് റെഡിയായിട്ട് നിൽക്ക്. ഭർത്താവ് ഒരു ദുഷ്ടനായിരുന്നിട്ട് പോലും ഇത്രയും കാലം എന്റെ ഈ താലിക്ക് ഞാൻ വലിയ വിലയാ കൊടുത്തിരുന്നെ. ഇത് കഴുത്തി കെട്ടിയവൻ തന്നെ അവന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഇത് ചോദിക്കുക. എന്റെ അനിയത്തിയുടെ താലി നിലനിർത്താൻ വേണ്ടി എനിക്ക് എന്റെ താലി അഴിക്കുകയല്ലാതെ വേറെ വഴിയില്ല.
ഹേയ് ഒന്ന് പെട്ടെന്ന് വന്നേ. അതിങ്ങി തന്നേക്ക്. നീ എന്തൊക്കെ കാണിച്ചാലും നിന്നോട് എനിക്ക് തിരിച്ച് കുറച്ച് സ്നേഹവും ബഹുമാനവും ഉണ്ടായിരുന്നു. ഇതോടെ അതും എന്റെ മനസ്സിൽ നിന്ന് ഇല്ലാതായി. കൊണ്ടുപോയിക്കോ. ഇതാ സർട്ടിഫിക്കറ്റ്. അലമാരേന്ന് വല്ലതും കിട്ടുമോന്നറിയാൻ ഇന്നലെ നോക്കിയപ്പോഴാ ഇതെന്റെ കൈ കിട്ടിയത്. ഓട്ടോ. മഹാകാളി അമ്മയുടെ ക്ഷേത്രത്തിലേക്ക് പോണം. ചേട്ടാ ഒന്ന് വേഗം പോണേ. ചേട്ടാ ഒന്ന് വേഗം പോ ചേട്ടാ. ആരാ വാതിൽ തുറന്നത്? ഇനി ഞാൻ ഈ കാര്യം ആ വികാസാറിനോട് പറഞ്ഞ പ്രശ്നമാകുമല്ലോ. നിഹാരിക പറഞ്ഞ പോലെയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. ചെയ്തു മേഡം, അതുപോലെ ചെയ്തു. നിഹാരിക മാഡത്തിന് ശുദ്ധമായ മഞ്ഞൾ തേച്ചു കൊടുത്തു. അവരുടെ കാലിന് ഒന്നും സംഭവിക്കില്ല. ആവനിക്കാണെങ്കിൽ നല്ല കൊടിത്തുമ്പയുടെ കൂടെ ചൊറിച്ചില് കൂടാൻ വേണ്ട മറ്റൊരു ഇല കൂടി ചേർത്ത് അത് മഞ്ഞളിലും കൂട്ടി ചേർത്ത് അതായിരുന്നു ഞാൻ തേച്ചു കൊടുത്തത്. കുറച്ചു കഴിഞ്ഞ് ആവനിയുടെ കാല് മുഴുവൻ ചൊറിഞ്ഞു പൊള്ളി തുടങ്ങും. അതവൾക്കൊട്ടും സഹിക്കാനാവില്ല. 2 പ്രദക്ഷിണങ്ങൾ പൂർത്തിയാക്കും മുമ്പേ ചൊറിച്ചില് സഹിക്കാനാവാതെ അവള് കുടൻ താഴെ ഇട്ടോളും. എന്നാ നിഹാരിക മാഡം പ്രദക്ഷിണങ്ങൾ പൂർത്തിയാക്കി തിരിച്ച് സന്തോഷായി അമ്മയുടെ അടുത്ത് തന്നെ എത്തും. എനിക്കൊരു ചെറിയ സംശയം. എന്താ സാറേ? ആവണിക്ക് പെരട്ടേണ്ടത് നിഹാരികയ്ക്കും നിഹാരികയ്ക്ക് പെരട്ടേണ്ടത് ആവണിക്കും പെരട്ടിയില്ലല്ലോ. അതെന്തിനാ അങ്ങനെ ചെയ്യുന്ന സാറേ? ആ കൂട്ട് എനിക്കും കൂടി കുറച്ച് തരുമോ? അതെന്തിനാ മേഡം? എന്റെ കെട്ടിയോന്റെ നാവില് തേച്ചു കൊടുക്കാനാ. എപ്പ നോക്കിയാലും ശകുനക്കേട് മാത്രമേ വിളിച്ചു പറയൂ. എനിക്കൊരു സംശയം. എന്താ മോളെ? നീയല്ലേ പുരട്ടിയത്? എന്നിട്ട് നിന്റെ കൈക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. അതൊരു പോയിന്റ് ആണല്ലോ. അതായത് എന്റെ അടുത്ത് വിശിഷ്ടമായൊരു തൈലമുണ്ട്. മുൻകരുതലിനായിട്ട് അത് പുരട്ടിയിരുന്നു. എല്ലാവർക്കും അവരവരുടെ പ്ലാനുകളുണ്ട്. എന്നാ ഞാൻ ചെല്ലട്ടെ മേഡം. അവനി കുടം താഴെയിട്ട് കഴിഞ്ഞാ ബലം ഇല്ലാതാവും. എല്ലാവരുടെ മുന്നിൽ വെച്ച് അപമാനിക്കപ്പെടും. അമ്മയുടെ അടുത്തേക്ക് പോവാ. എല്ലാരും വാ, വേഗം നടക്ക്. യാതൊരു തടസ്സവും കൂടാതെ പ്രദക്ഷിണം പൂർത്തിയാക്കാനായിട്ട് എന്നെ സഹായിക്കണേ അമ്മേ. ആവനിക്ക് ശരിക്കുള്ള ടാസ്ക് ഇനിയാ തുടങ്ങാൻ പോകുന്നത്. അവളെ എല്ലാവരുടെ മുമ്പിൽ വെച്ച് അപമാനിക്കപ്പെടണം.